Hello, welcome to QuickBooks. This is EBKC. നമ്മൾ QuickBooksൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. ഒരു ബിസിനസ്സുകാരൻ ഹാൻഡിൽ ചെയ്യുന്ന ഗുഡ്സ് ഉണ്ട്, സർവീസസ് ഉണ്ട്. സോ നമ്മളതിനെ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് വിളിക്കും. QuickBooksൽ അതിനെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് പ്രൊഡക്ട്സ് ആണെങ്കിൽ ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. സർവീസസിൽ നമുക്ക് അവേഴ്സ് വേണമെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റേറ്റ് പെർ അവർ ഉണ്ട്. സോ പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾക്ക് ഇൻവെൻട്രി ഉണ്ട് എങ്കിൽ നമ്മൾ ഇൻവെൻട്രി ആക്ടിവേറ്റ് ചെയ്യണം. ഇൻവെൻട്രി ഇല്ല എങ്കിൽ, അതായത് നമ്മൾ ഗുഡ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളല്ല എങ്കിൽ നമുക്ക് ഇൻവെൻട്രി ഓഫ് ആക്കി വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് പുതിയത് ഇൻക്ലൂഡ് ചെയ്യുന്നത്, പുതിയത് ഇല്ലാത്തത് മാറ്റുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് നമ്മൾ ഇന്ന് QuickBooksൽ പഠിക്കാൻ പോകുന്നത്. പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സെയിൽസ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സെയിൽസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ സെയിൽസ്, ഇൻവോയ്സസ്, കസ്റ്റമേഴ്സ്, പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് 4 ഐക്കൺസ് കാണാം. അതിൽ നമ്മൾ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിലേക്ക് പോവുക. അപ്പോൾ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെ കാണും add your products and services to save time creating your next invoice or receipt. So ഈ products and services നമ്മൾ ആദ്യമേ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? നമുക്ക് ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമർ നമ്മൾക്ക് മണി തരുന്ന സമയത്ത്, നമുക്ക് റെസീറ്റ് അടിക്കുന്ന സമയത്ത്, മണി റിസീവ് ചെയ്തിട്ട് നമ്മൾ റെസീറ്റ് അടിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മളുടെ പ്രൊഡക്റ്റ്, എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ വിറ്റത് അല്ലെങ്കിൽ എന്ത് സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് എന്നുള്ളത് കാണിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്കത് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമായിരിക്കും ഇൻവോയ്സ് ചെയ്യാനും ഈ റെസീറ്റ് അടിക്കാനായിട്ടും. സോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക. ഇത് ചെയ്യേണ്ടത് നമുക്ക് ഇൻഡിവിജ്വലി ചെയ്യാം, ബൾക്കായിട്ട് ചെയ്യാം. ആദ്യമേ നമ്മളത് ഇൻഡിവിജ്വലി ഓരോ പ്രൊഡക്റ്റും ഓരോ സർവീസും ആയിട്ട് നമ്മൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യുമെന്ന് നോക്കാം. പിന്നെ നമുക്ക് ബൾക്കായിട്ട്, അതായത് എനിക്കൊരു 1000 പ്രൊഡക്ട്സ് ഉണ്ട്, എനിക്ക് 1000 ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ 1000 ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ബൾക്കായിട്ട് എങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നുള്ളത് നോക്കാം. അത് നമുക്ക് രണ്ടാമത്തെ സെഷനായിട്ട് ചെയ്യാം. സോ നമ്മൾ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ഓൾറെഡി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സസ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്കതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. സപ്പോസ് നമ്മളുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു പുതിയ പ്രൊഡക്റ്റോ ഒരു പുതിയ സർവീസോ വന്നിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത്, പുതിയതായിട്ട് അവിടെ വെച്ച് തന്നെ നമുക്ക് പുതിയൊരെണ്ണം ആഡ് ചെയ്തിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റിയും ഉണ്ട്. സോ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണോ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരുന്ന ഐറ്റമാണ്. നമ്മളുടെ റവന്യൂ എന്താണെന്നുള്ളത് കാണിച്ചു തരുന്ന ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ഇൻവെൻറ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ഇൻവെൻറ്ററി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. സോ QuickBooks ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ പ്രൊഡക്ട്സും സർവീസസും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് നമുക്ക് കിട്ടുന്നത്. ഇൻഡിവിജ്വലി ചെയ്ത് കഴിയുമ്പോൾ, ഒരു പ്രൊഡക്റ്റോ സർവീസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ പോയിട്ട് നമ്മൾ ഒരു റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 4 ഐറ്റംസ് വരും ഇവിടെ. അതായത് QuickBooksൽ നോൺ ഇൻവെൻറ്ററി, സർവീസ്, ബണ്ടിൽ, ഇൻവെൻറ്ററി എന്ന് പറയുന്ന 4 സെഷൻസ് ഉണ്ട്. ഈ 4 സെഷൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ 4 സെഷൻസിൻ്റെ പ്രത്യേകത അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഇതിൽ 4 ഏതാണ് എന്നുള്ളത് നമുക്ക് അറിയാമായിരിക്കണം. നോൺ ഇൻവെൻറ്ററി എന്ന് പറയുന്ന ഫസ്റ്റ് ഐറ്റം, നോൺ ഇൻവെൻറ്ററി എന്ന് പറയുന്ന നമ്മളുടെ ഈ ഫസ്റ്റ് ഐറ്റം, ഇത് നമ്മൾ ഈ ഐറ്റം ഇത് നമ്മൾക്ക് ക്വാണ്ടിറ്റി റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ പ്രൊഡക്റ്റാണ്, പക്ഷേ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എപ്പോഴായിരിക്കും അങ്ങനെ വരുന്നത്? നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അത് സാധനം തന്നെ നമ്മൾ വിൽക്കുന്നു. അപ്പോൾ എനിക്ക് ക്വാണ്ടിറ്റി വെച്ചെങ്കിലും അറിയാൻ പറ്റുള്ളൂ. ഞാൻ 10 ഐറ്റംസ് വാങ്ങിച്ചു, ഞാൻ 7 ഐറ്റംസ് വിറ്റു, 3 ഐറ്റംസ് എൻ്റെ ഇൻവെൻറ്ററി നിൽപ്പുണ്ട്. പക്ഷേ ചിലപ്പോൾ എനിക്ക് ക്വാണ്ടിറ്റി നോക്കേണ്ട ആവശ്യമില്ല. ക്വാണ്ടിറ്റി ഞാൻ ട്രേസ് ചെയ്യുന്നില്ല, ട്രാക്ക് ഡൗൺ ചെയ്യേണ്ട നീഡ് എനിക്കില്ല. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ നോൺ ഇൻവെൻറ്ററി ഐറ്റമായിട്ട് എടുക്കും. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ബട്ട് ദർ ഇസ് നോ നീഡ് ടു ട്രാക്ക് the quantity.
ക്വാണ്ടിറ്റി ട്രേസ് ചെയ്യണമെങ്കിൽ, അതായത് ഞാൻ 10 ഐറ്റംസ് വാങ്ങിച്ചു, 10 പ്രൊഡക്ട്സ് വാങ്ങിച്ചു, 7 പ്രൊഡക്ട്സ് നമ്മൾ സെയിൽസ് ചെയ്ത് കഴിയുമ്പോൾ 3 പ്രൊഡക്ട്സ് എന്ന ഇൻവെൻട്രി ഉള്ളത് കാണണമെങ്കിൽ നമ്മൾ ഈ നാലാമത്തെ ഈ ഇൻവെൻട്രി എന്ന് പറയുന്ന ഈ ഐറ്റം വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട്. ആ പ്രൊഡക്റ്റ് നമ്മൾക്ക് ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ട്രാക്ക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് ഒരു ഐറ്റം നമുക്ക് ചെയ്യാനുണ്ട്, ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനുണ്ട്. സോ ഇത് പ്രൊഡക്ട്സിന് മാത്രമേ വരുള്ളൂ, സർവീസസിന് വരത്തില്ല. സർവീസസിന് നമുക്ക് ഒന്നും ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊഡക്റ്റിന് നമുക്ക് ട്രാക്ക് ചെയ്യണം ക്വാണ്ടിറ്റി എങ്കിൽ നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നതിനാണ് വേണം ആ പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട്. ഇനി ക്വാണ്ടിറ്റി ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ അപ്പോൾ നമ്മൾ നോൺ ഇൻവെൻട്രി എന്ന് പറയുന്ന ഐറ്റത്തിൽ വേണം ചെയ്യാനായിട്ട്. സർവീസസിനകത്ത് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു ഐറ്റം ഇല്ല. സർവീസസ് ആണ് വരുന്നതെങ്കിൽ, പ്രൊഡക്റ്റ് അല്ല സർവീസാണ് വരുന്നതെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രെയിനിങ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ക്വാണ്ടിറ്റി എനിക്ക് റെലവൻ്റ് അല്ല. എനിക്ക് വേണമെങ്കിൽ അവർ പെർ ടൈം പെർ റുപ്പീസ് വെച്ചിട്ട് നമുക്ക് അവറിൽ റേറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ക്വാണ്ടിറ്റി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല എങ്കിൽ നമുക്ക് നോ ക്വാണ്ടിറ്റി ഐറ്റമാണ് സർവീസ് സെക്ടറിൽ. അതുകൊണ്ട് സർവീസ് ആണെന്നുള്ളതുകൊണ്ട് നമുക്ക് സർവീസ് എന്നുള്ളതിൽ വേണം അത് പെടുത്താനായിട്ട്. ഇനി ചിലപ്പോൾ എനിക്ക് ബൾക്കായിട്ട് കൊടുക്കേണ്ടി വരും, ബണ്ടിൽ ഓഫ് പ്രൊഡക്ട്സ്. സോ എനിക്ക് 10 പ്രൊഡക്ട്സ് ഉണ്ട്, ആ 10 പ്രൊഡക്ട്സ് ഒരുമിച്ച് നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ 10 സർവീസസ് ഒരുമിച്ചൊരു കസ്റ്റമർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ 5 പ്രൊഡക്ട്സും 5 സർവീസസുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഒരുമിച്ച് സെല്ല് ചെയ്യുകയാണ് എങ്കിൽ, അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്കിൽ അതിനെ നമ്മൾ ഈ പറയുന്ന ബണ്ടിൽ എന്ന് പറയുന്നിടത്ത് വേണം പെടുത്താനായിട്ട്, ബണ്ടിലായിട്ട് കൊടുക്കുന്നത്. സോ ആ ഐറ്റം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ബണ്ടിൽ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. സോ ഇവിടെ 4 ഗ്രൂപ്പ്സ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് അതിൽ പ്രോപ്പറായിട്ട് ആ ഗ്രൂപ്പിംഗ് നടത്തണം. അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബില്ലെടുക്കാൻ നേരത്തും അതുപോലെ റിപ്പോർട്ട്സ് ഉണ്ടാക്കാൻ നേരത്തും നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ റിപ്പോർട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. സോ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഈ നോൺ ഇൻവെൻട്രിയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അറിയുന്ന ഐറ്റം നമുക്ക് നോൺ ഇൻവെൻട്രിയിൽ പോയിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് ആഡ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ബൾക്കായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഓരോ പ്രൊഡക്റ്റായിട്ട് ആഡ് ചെയ്യുന്നു, ഓരോ സർവീസസ് ആയിട്ട് ആഡ് ചെയ്യുന്നു. ബൾക്കായിട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ബൾക്കായിട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എനിക്കിവിടെ പോയിട്ടത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഇതിന് താഴെ ഇവിടെ ഇമ്പോർട്ട് എ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കാണാം, ഇത് കാണും. അവിടെ നമ്മൾ ടെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്ട് എ CSV or എക്സൽ. അപ്പോൾ നമുക്കൊരു CSV ഫയലായിട്ടോ ഒരു എക്സൽ ഫയലായിട്ടോ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കണം. അതിനൊരു സാമ്പിൾ ഫയൽ കൊടുത്തിട്ടുണ്ട്. സോ ആ സാമ്പിൾ ഫയൽ നമ്മൾ എടുത്തു കഴിയുമ്പം ഇവിടെ നമുക്കൊരു സാമ്പിൾ ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണും. ആ പ്രൊഡക്റ്റ് ഓർ സർവീസ് നെയിം കാണും, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണും, ബാക്കിയുള്ള ഇൻഫർമേഷൻസ്, ഡേറ്റാസ്, ഡിഫറെൻറ്റ് ഫീൽഡ്സ് അവിടെ കാണും. ഇവിടെ ഈ സാമ്പിൾ ഫയൽ പോലെ തന്നെ എൻ്റെ പ്രൊഡക്ട്സ് ഞാനിവിടെ ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ എൻ്റെ സെയിൽസ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, ബാക്കിയുള്ള ഇൻഫർമേഷൻസ് നമ്മളിവിടെ ഓരോ റേറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഇടുന്നു. അത് ഏത് ടൈപ്പാണ് എന്നുള്ളത്, അത് സർവീസ് ആണോ, നോൺ ഇൻവെൻട്രി ആണോ, അതെയോ നമ്മളിപ്പോൾ പറഞ്ഞ ബണ്ടിലായിട്ടുള്ളതാണോ, ഇൻവെൻട്രി ആണോ എന്നുള്ളതെല്ലാം നമ്മളിവിടെ ടൈപ്പിൽ കൊടുക്കുന്നു. അങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് ഒറ്റയടിക്കത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നൊരു മെക്കാനിസം ക്വിക്ക്ബുക്സിലുണ്ട്. സോ ഇതെപ്പോഴായിരിക്കും ഒരു പ്രയോജനപ്പെടുന്നത്? ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് പ്രൊഡക്ട്സും ഒരുപാട് സർവീസസും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷൻ ആണ് എങ്കിൽ ഈ 1 by 1 ആയിട്ട് ഇതെല്ലാം ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇതെല്ലാം എക്സൽ ഷീറ്റിലാക്കിയിട്ട് CSV ഫയലാക്കി എടുത്തതിന് ശേഷം ഒറ്റയടിക്ക് ഇത് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിലേക്ക് ആഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് മൈഗ്രേഷൻ്റെ സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂള്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇങ്ങനെ നമ്മൾ പ്രൊഡക്ട്സും സർവീസസും ആഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഇൻവോയ്സ് ചെയ്യുകയാണ്. സോ പ്രൊഡക്ട്സും സർവീസസ് നമ്മൾ ആഡ് ചെയ്തതിൻ്റെ ഉദ്ദേശം, എനിക്ക് എൻ്റെ റവന്യൂ, എൻ്റെ ഇൻകം വരുമ്പോൾ ആ ഇൻകം എനിക്ക് പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യണം, എനിക്കതിൻ്റെ റിപ്പോർട്ട് കറക്റ്റായിട്ട് കിട്ടണം, എനിക്ക് എൻ്റെ റവന്യൂ എന്ന് പറയുന്നത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം പ്രോപ്പറായിട്ട്.
എങ്കിൽ മാത്രമേ എനിക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് റവന്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് നമ്മൾ പുതുതായിട്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളുടെ ഓർഗനൈസേഷൻസിൽ. അങ്ങനെ ചെയ്യുന്ന പ്രൊഡക്ട്സിൽ എങ്ങനെ നമ്മൾക്ക് ഇൻവോയ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ സെയിൽസിൽ പോയിട്ട് നമ്മൾ ഇൻവോയ്സസ് ചെയ്ത് കഴിയുമ്പോൾ സെൻഡ് യുവർ ഫസ്റ്റ് ഇൻവോയ്സ്. സോ ഇതൊരു ഡമ്മി കമ്പനിയാണ്, അതുകൊണ്ട് ഫസ്റ്റ് ഇൻവോയ്സ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ പ്രൊഡക്ട്സ് ഓർ സർവീസ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് കാണാം. ഇവിടെ ഞാനിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം അവേഴ്സ് ഓർ സർവീസസ് എന്നുള്ളത്. സോ ഇത് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ആ പ്രൊഡക്റ്റോ സർവീസസോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ വരും. ഞാൻ പ്രൊഡക്റ്റ് എ ആഡ് ചെയ്തിട്ടുണ്ട്, അവിടെ പ്രൊഡക്റ്റ് എ ആഡ് വരും. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാനും അയക്കാനും എല്ലാം സാധിക്കും. സോ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫീൽഡ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ഫിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ ഇൻവോയ്സ് ഇമെയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. ഇതാണ് നമ്മളുടെ ഈ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആദ്യമേ തന്നെ ആഡ് ചെയ്തതിൽ വെച്ചാൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഈ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ നമ്മൾ റിപ്പോർട്ട്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട്സ് വരുന്നതെന്നുള്ളത് നോക്കാനായിട്ട് ഇവിടെ പോയിട്ട് ഞാൻ പ്രൊഡക്ട്സ് എന്നെഴുതി. ഈ പ്രൊഡക്ട്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം എനിക്ക് ലിസ്റ്റ് കിട്ടും. സോ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ലിസ്റ്റ് കിട്ടും. ഇവിടെ നമുക്ക് ഇത് ഡീഫോൾട്ടായിട്ട് എടുക്കുന്നതാണ് അവേഴ്സ് സർവീസസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിത് കാണാനായിട്ട് സാധിച്ചത്. ഇവിടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൻ്റെ ലിസ്റ്റ് കിട്ടും. ഞാൻ പ്രിപ്പയർ ചെയ്ത പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്റ്റ് ഏതാണ്, അതിന് കൊടുത്തിരിക്കുന്ന നെയിം ഏതാണ്, ABC, നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിം ഏതാണ്, നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് വിൽക്കുന്നത് അതിൻ്റെ സർവീസസ് വിൽക്കുന്നതിൻ്റെ നെയിം എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് നമ്മൾ പറഞ്ഞു, ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. അത് നോൺ ഇൻവെൻട്രി ആകാം, സർവീസ് ആകാം, ബണ്ടിൽ ആകാം, ഇൻവെൻട്രി ആകാം. സോ ഇതിനകത്ത് ഏത് ടൈപ്പ് ആണ് എന്നുള്ളത് നമ്മൾ ഇവിടെ എടുക്കുന്നു. ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്, ബാക്കി HSN കോഡ്, പ്രൈസ്, അതിനകത്ത് എന്താണ്, അതിനകത്ത് വേറെയുള്ള ടാക്സ് കോഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് വെച്ചിട്ട് ലിസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യും. സോ എനിക്ക് എൻ്റെ പ്രൊഡക്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കറക്റ്റാണോ എന്നുള്ളത് അറിയാനായിട്ട് എനിക്ക് ഈ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. ആ ലിസ്റ്റിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടും പറ്റും. സോ ഇങ്ങനെ നമുക്ക് പ്രൊഡക്ട്സിൻ്റെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ വേറൊരു റിപ്പോർട്ടുണ്ട്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട്. ശരിക്കും ആ റിപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ക്വിക്ക് ബുക്സിൽ ഈ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. അത് സെയിൽ ബൈ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഡീറ്റെയിൽ ആണ്. എ ബ്യൂട്ടിഫുൾ റിപ്പോർട്ട്. നോക്കുക, ഇവിടെ ഗ്രൂപ്പ് ബൈ കിട്ടും. അപ്പം നമ്മൾക്കിവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു പ്രൊഡക്റ്റ്, പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് എത്ര സെയിൽസ് നടത്തുമെന്ന് എനിക്കറിയാൻ പറ്റും. സപ്പോസ് എനിക്ക് 100 പ്രൊഡക്ട്സ് ആണ് ഞാൻ സെയിൽസ് നടത്തുന്നതെങ്കിൽ ഓരോ പ്രൊഡക്റ്റും നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഇവിടെ നമുക്ക് പീരീഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആ പീരീഡിൽ പോയിരിക്കുന്ന ആ പ്രൊഡക്റ്റിൻ്റെ റവന്യൂ എത്രയാണെന്നുള്ളത് എനിക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ റിപ്പോർട്ട് കിട്ടും എന്നുള്ളത് എൻ്റെ ഫ്യൂച്ചർ ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ, എനിക്ക് എൻ്റെ ബജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. സോ ഓരോ പ്രൊഡക്ട്സും, ഏത് പ്രൊഡക്റ്റാണ് എനിക്ക് കൂടുതലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് പ്രൊഡക്റ്റാണ് എനിക്ക് കുറവായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് റിപ്പോർട്ടിനകത്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ട്രാക്ക് ചെയ്യാനും അതിൽ റവന്യൂ എങ്ങനെയാണെന്നുള്ളത് ട്രാക്ക് ചെയ്യാനായിട്ടും അതിനകത്ത് റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്രയാണ്, റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത പ്രൊഡക്ട്സ് ഏതാണ് എന്നെല്ലാം എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ എൻ്റെ ഇൻകം റവന്യൂ മാനേജ് ചെയ്യാനായിട്ടാണ് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധിക്കുന്നത്. സോ ക്വിക്ക് ബുക്സ് എന്ന് പറയുന്നതിൻ്റെ റിപ്പോർട്ട്സ് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ റവന്യൂ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കും. സോ നമ്മൾ പല മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചു. കസ്റ്റമർ മാനേജ്മെൻറ്റ് പഠിച്ചു, സപ്ലയർ മാനേജ്മെൻറ്റ് പഠിച്ചു, ബാങ്ക് മാനേജ്മെൻറ്റ് പഠിച്ചു. നൗ it is not just product and services management, it is actually revenue management. എൻ്റെ റവന്യൂ മാനേജ് ചെയ്യാനായിട്ടാണ് ഇതുകൊണ്ട് സാധിക്കുന്നത്. സോ ക്വിക്ക് ബുക്സിനകത്ത് നമ്മൾ ഇവിടെ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നമ്മൾ റീകളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൊടുത്തത്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അക്കൗണ്ടിങ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഡേറ്റ എൻട്രി, it is about
ഫൈൻഡിങ് ദ ബെനിഫിറ്റ്സ്. ഇതിൻ്റെ ബെനിഫിറ്റ്, ഇതെങ്ങനെയാണ് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ എനിക്ക് ക്ലാസിഫൈ ചെയ്ത് ഓരോന്നായിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാം. നോൺ ഇൻവെൻട്രി, സർവീസ്, ബണ്ടിൽ, ഇൻവെൻട്രി, ഇതെല്ലാം എൻ്റെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് ആണ്. ഇവിടെ ഇൻഡിവിജ്വലായിട്ടോ ബൾക്കായിട്ടോ ചെയ്യാം. എനിക്ക് ബൾക്കായിട്ട് ചെയ്തിട്ട് ടൈം സേവ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇൻവോയ്സിനകത്ത് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ലിസ്റ്റ് എടുത്തിട്ട് എനിക്കത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ പഠിച്ച കാര്യം, എനിക്ക് സെയിൽ ബൈ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ റവന്യൂ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ എൻ്റെ ഇൻകം കൂടുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്. ആൻഡ് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മേജർ എയിം എന്താണ്? എനിക്ക് റവന്യൂ ഉണ്ടാക്കണം, എനിക്ക് ഇൻകം ഉണ്ടാക്കണം, എനിക്ക് കൂടുതൽ റവന്യൂ ഉണ്ടാക്കിയിട്ട് ഗ്രോ ചെയ്യണം എന്നുള്ളതാണ്. സോ ആ റവന്യൂ ഗ്രോത്തിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷണൽ റവന്യൂ എവിടെ നിന്നാണ് വരുന്നത്, എവിടെ നിന്നാണ് വരാത്തത് എന്നുള്ളതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ക്വിക്ക്ബുക്സ് ഉപയോഗിച്ച് സാധിക്കും. സോ ക്വിക്ക്ബുക്സ് കൂടുതലായിട്ട് പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഈ സ്റ്റുഡൻസിൽ ജോയിൻ ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ക്വിക്ക്ബുക്സ് പഠിക്കുക. ക്വിക്ക്ബുക്സിൽ ഒരു എക്സ്പെർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ്സിലും പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ ക്വിക്ക്ബുക്സ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് ക്വിക്ക്ബുക്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ലേൺ ചെയ്യാനായിട്ട് ക്വിക്ക്ബുക്സ് ഉപയോഗിക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ലേൺ ചെയ്ത ആളുകൾക്ക് ക്വിക്ക്ബുക്സ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഫിനാൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നന്നായിട്ട് ഫിനാൻസ് മാനേജ് ചെയ്ത് മണി നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു പുതിയ ഓൺട്രപ്രണറായിട്ട് വരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഈ സ്റ്റുഡൻസ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. കൂടുതലായിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഈ ചാനൽ ഇനിയും വരും. അത് പഠിക്കുക. കൂടുതലായിട്ട് ഗ്രോ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക്, കൂടുതലായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്ക്, യു ക്യാൻ ലേൺ മോർ വിത്ത് ഈ സ്റ്റുഡൻസ്.